വ്യക്തികളിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ ഏത് ഭാഗത്തു നിന്നോ ഉണ്ടായാലും നിങ്ങൾ ഭീകരന്മാരാകരുത്. ഒരിക്കലും നിങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും ആവരുത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ന്യായമുണ്ട്. ഇവിടെ ഭീകരവാദികൾ ആക്കുകയാണ്, ഞങ്ങളെ ഭീകരതയിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണ്, അത് കാരണക്കാരാണ് അതിന്റെ ഉത്തരവാദി, ഞങ്ങളല്ല എന്ന് ചില ഭീകരവാദികൾ പറയാറുണ്ട്. ഇത് തികച്ചും തെറ്റ്. ഭീകരവാദത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാനോ ഭീകരത പ്രവർത്തിക്കാനോ നിങ്ങൾക്ക് കാരണമാകുമോ എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഭീകരനായതുകൊണ്ട് നിങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ കഴിയില്ല, നിങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയില്ല, രാജ്യത്തിന്റെ സമാധാനം നിലനിർത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഏത് സാഹചര്യമുണ്ടായാലും മുസ്ലിം ചെറുപ്പക്കാരോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചും മറ്റ് മുഴുവൻ ജനങ്ങളോടും പൊതുവിലും പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഭീകരന്മാരാവരുതേ, ഭീകരപ്രവർത്തനത്തിലേക്ക് പോകരുത്. അതൊരു ഹോബിയായി കരുതി കുറെ അവിടെയും ഇവിടെയും അടിച്ച് പൊട്ടിച്ച് നടക്കുന്നത് ഒരു ഹോബിയായി ചിലപ്പോൾ പിശാച് നിങ്ങൾക്ക് തോന്നിപ്പിച്ച് കളയാം. അതിന് നിങ്ങൾ വഴിപ്പെട്ടു പോകരുത്. കാരണം നമ്മുടെ മാതൃക പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ വലിയ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും മാതൃകയുണ്ട്. മുഴുവൻ വിഷയത്തിലും പ്രവാചകരായ മുഹമ്മദ് നബിയിൽ നമുക്ക് മാതൃകയുണ്ട്. ജനങ്ങളോടുള്ള ബന്ധം എങ്ങനെയാണ് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചില്ലേ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, തങ്ങൾ അഖില ലോകത്തിനും അല്ലാഹു തആല റഹ്മത്തായി അയച്ച വ്യക്തിയായ കാരണത്താൽ ലിൻത ലഹും, ഓ നബിയെ, തങ്ങൾ ജനങ്ങളോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റഹ്മത്തുൽ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്ത്. മനുഷ്യർക്ക് റഹ്മത്ത്, മനുഷ്യരല്ലാത്തവർക്കും റഹ്മത്ത്, മുസ്ലിംകൾക്ക് റഹ്മത്ത്, ഹൈന്ദവർക്ക് റഹ്മത്ത്, എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും റഹ്മത്ത്. അങ്ങനെ അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ അങ്ങയോട് പറഞ്ഞത്. അതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ഫബികൗനിക റഹ്മത്തൻ ലിൽ ആലമീൻ മിനല്ലാഹ്, തങ്ങൾ അഖില ലോകത്തിനും റഹ്മത്തായി അയക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് ലിൻത ലഹും, ഓ നബിയെ, തങ്ങൾ ജനങ്ങളോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ടത്. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക, മറിച്ച് അങ്ങയുടെ സ്വഭാവം കടുത്ത സ്വഭാവമായിരുന്നുവെങ്കിൽ, അങ്ങ് ഒരു ഭീകരവാദിയായിരുന്നുവെങ്കിൽ, തീവ്രവാദിയായിരുന്നുവെങ്കിൽ, ലം ഫളൂ മിൻ ഹൗലിക, ജനങ്ങൾ തങ്ങളോട് അടുത്തു വരുമായിരുന്നില്ല. ഇസ്ലാമിലേക്ക് ജനങ്ങൾ അടുത്തു വരുമായിരുന്നില്ല. ജനങ്ങൾ തങ്ങളുമായി അകത്തകത്ത് പോകുമായിരുന്നു. ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വന്നത് അങ്ങയുടെ സൽസ്വഭാവം കൊണ്ടാണ്, അങ്ങയുടെ വിനയം കൊണ്ടാണ്. എല്ലാ ശത്രുക്കളോടും സൽസ്വഭാവം.
എല്ലാ വ്യക്തികളോടും തൽസ്വഭാവം. നിങ്ങൾ കണ്ടില്ലേ, ഒരാൾ നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം നബി തങ്ങളെ കൊല്ലാൻ പ്രഖ്യാപിക്കുകയും കൊല്ലുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിക്കുകയും ചെയ്ത വ്യക്തിയാണ്. നബി തങ്ങളെ എപ്പോഴും ചീത്ത പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തി നേരെ അങ്ങയുടെ വീട്ടിലേക്ക് വരുന്നു. വരുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൂടെയുള്ള സഹാബികൾക്ക് അയാളെ ചെറുതായൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. നമ്മളെ കടുല വിരോധി, നമ്മുടെ ശത്രു, നമ്മളെ കൊല്ലാൻ നടക്കുന്ന വ്യക്തി ആണ് ആ വരുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. എന്താണ് വന്നതെന്ന് ചോദിച്ചു. എന്തോ ചില വാക്കുകൾ അദ്ദേഹം ചോദിച്ചു. അത് ശ്രദ്ധിച്ച് കേട്ടു. വളരെ വിനയത്തോടെ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് തിരിച്ചുപോയി. സഹാബികൾ ചോദിക്കുന്നു, അല്ലയോ ഹബീബ്, തങ്ങളെ കൊല്ലാൻ പ്രഖ്യാപിച്ച, തങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, തങ്ങളെ കൊല്ലുന്നവർക്ക് ഇനാമ് പ്രഖ്യാപിച്ച ആ വ്യക്തിയോട് ഇത്രയും വലിയ സ്വഭാവം എന്തിനാണ് തങ്ങൾ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്റെ വീട്ടിലേക്കാണ് കടന്നു വന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കൽ വീട്ടുകാരന്റെ കർത്തവ്യമാണ്. ആ നിലക്ക് ഞാൻ അദ്ദേഹത്തെ ആദരിച്ചതാണ് എന്ന് പറയുന്നു. സഹോദരങ്ങളെ, ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വ്യക്തിയതാ തിരിച്ചു വരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ്, ഇസ്ലാമിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരും. എന്താണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽസ്വഭാവം, അവിടുത്തെ വിനയം, അവിടുത്തെ ഏറ്റവും വലിയ മഹത്വമേറിയ ആ സ്വഭാവം, അവിടുത്തെ പുഞ്ചിരി, അവിടുത്തെ സ്വീകരണം, അത് കണ്ട് ആകൃഷ്ടനായി ആ വ്യക്തിയത ഇസ്ലാം മതം ആശ്ലേഷിക്കുന്നു. അങ്ങനെ എത്രയെത്ര സംഭവം, എത്രയെത്ര സംഭവം. പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പോയി. മക്കയിൽ എല്ലാവിധ എതിർപ്പുകളും ശത്രുക്കൾ ചെയ്തു, കൊല്ലാൻ തീരുമാനിച്ചു, മീറ്റിംഗ് കൂടി പ്രഖ്യാപിച്ചു. ഇതെല്ലാമായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയായി. ആ കൽപ്പന പ്രകാരം മദീനയിൽ ചെന്നു. മദീനക്കാർ സ്വാഗതം ചെയ്തു. ജാഅ മുഹമ്മദ്, ജാഅ റസൂലുള്ളാഹി, ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ്, ജാഅ